ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ റിയാക്ട് ചെയ്തിട്ടോ. റിയാക്ട് ചെയ്യാനെന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ. പക്ഷേ ഇത് കണ്ടപ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാന്ന് വെച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സജിന താത്ത വളരെ നല്ലൊരു താത്തയാണ്. സജിന ഫിറോസ് നല്ലൊരു താത്ത കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അവരുടെ വ്യക്തിത്വത്തെ അറിയില്ല. അത് എന്താ പറയാ, നമ്മൾ ആരും കാണുന്ന പോലെയും കേൾക്കുന്ന പോലെയും ഒന്നുമല്ല ഒരുപാട് വ്യക്തികൾ. നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെയല്ല ഒരുപാട് ആൾക്കാർ. അപ്പോ അത് ഞങ്ങൾക്ക് സജിന ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഇപ്പോ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 13 മണിക്കൂർ 14 മണിക്കൂറുള്ള ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അവരത് ടെലികാസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ നമുക്കത് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ആദ്യം അത് നമുക്ക് കാണാം. അതെ, അത് നമുക്ക് കുറച്ച് കണ്ടിട്ട് വരാം. സജിന എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് പിന്നെ നമുക്ക് എന്താ പറയാ, ബാക്കിയുള്ള കാര്യം നമ്മുടെ ഫിറോസ് ഖായും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സജിനയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ലേഡീസ് ഫസ്റ്റ്, അത് മാത്രമല്ല അതാണ് അതിന്റെ ശരി. അപ്പൊ നമുക്ക് ലേഡീസ് ഫസ്റ്റ്, ആദ്യം നമുക്ക് ലേഡീസിന് ആദ്യം മുൻഗണന കൊടുക്കാം. ഓക്കെ, അപ്പൊ സജിന താത്തയുടെ അടുത്തേക്ക് പോകാം. എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയെ ഞാൻ. ആ ഒരു ബഹുമാനശാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ ആ വ്യക്തിയെ പറയാതിരിക്കുന്നത്. അത്രയും മാനസികമായി തകർന്ന് അവര് എന്താ പറയാ, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് സജിന. പിന്നെ കുഞ്ഞുങ്ങളെ ആരും വേദനിപ്പിക്കരുത് കേട്ടോ. കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നതിനോട് ഞാനും യോജിപ്പില്ല. പക്ഷേ ഈ പെണ്ണുങ്ങളുടെ കണ്ണീരിനില്ലേ കുറച്ച് വിലയുണ്ടായിരുന്നു. അത് ചില പെണ്ണുങ്ങൾ കാരണം തന്നെ അതില്ലാതെ ഇപ്പൊ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഇതിന് വില കൊടുക്കാതെ, അതായത് എല്ലാവരും അല്ല കേട്ടോ, ഇങ്ങനെ ഫേക്ക് കൊടുത്തിട്ട് റിയൽ ആയിട്ടുള്ളത് പോലും ഫേക്ക് ആണെന്ന് കരുതി തുടങ്ങി. ഇനിയും കാര്യങ്ങൾ കേട്ടോ. ഇത് നമ്മുടെ സജിന താത്തയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. നമുക്കത് എല്ലാം കേട്ടിട്ട് വേണം ഫിറോസ് ഖാൻ്റെ അടുത്ത് പോകാൻ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഞാനത് റിയാക്ട് ചെയ്യാണ്ടായ ഒരു കാര്യം കൂടി ഉണ്ട്. അത് അവസാനം ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോന്റെ അവസാനം ഞാൻ പറയാം ഞാൻ റിയാക്ട് ചെയ്യേണ്ട കാരണം എന്തുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്, ഞങ്ങൾ റിയാക്ട് ചെയ്തതെന്ന് ഞങ്ങൾ ലാസ്റ്റ് പറയാം. അടുത്ത വീഡിയോ കണ്ടിട്ട് ചെറിയൊരു സാധനം വന്നു, അത് വേറൊരു രീതിയിൽ കളറാക്കി, അത് ഇപ്പം 3 കോടി തട്ടിയെടുത്തവൾ, പിന്നെ അതേപോലെ തന്നെ ഹണി ട്രാപ്പ്, എന്തൊക്കെ ഗോസിപ്പുകളാണ് സത്യം പറഞ്ഞാൽ വന്ന. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കുറേ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരുടെ സപ്പോർട്ട് സീരിയസ്ലി, നമ്മൾ മരിക്കാൻ പോകുന്ന ആൾക്കാരെ പോലും തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരുന്ന, നമ്മളെ വീട്ടുകാരെ പോലെ പിടിച്ചു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കാൻ കാരണം. അവര് ഉള്ളത് കൊണ്ടാണ് സജന താത്ത ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. മരിക്കാൻ പോണെന്ന് പറഞ്ഞാൽ അവര് കയറിട്ട് കെട്ടിപ്പോക്കും ജീവിതത്തിലേക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ജീവനോടെ ഉള്ളത് കൊണ്ടും കൂട്ടായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് സജന താത്ത ഇപ്പോഴും ജീവനോട്ടിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വല്ലാത്ത തൊലിക്കെട്ടി കേട്ടോ, വല്ലാത്ത തൊലിക്കെട്ടി. അതുകൊണ്ടാണ് സജന താത്ത ജീവിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അതും കൂടിയാണ് ഒരു കാരണം. അല്ലാതെ ഇത് ഫ്രണ്ട്സുകൾ കൂടി ഉണ്ടായിട്ടൊന്നും ഇതിന് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് അടുത്തതും കൂടി കണ്ടിട്ട് വരാം. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ മൊബൈലിൽ യൂട്യൂബിൽ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കാണേണ്ടതും കേട്ടതും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുൾ വേഷം വേണമെങ്കിൽ വീഡിയോയിൽ മറ്റേ യൂട്യൂബിൽ തപ്പേ കിട്ടുന്നുണ്ടോ. ഫോട്ടോ ഇടുന്നത് അത് നമ്മളുടെ തികച്ചും പേഴ്സണൽ കാര്യമാണ്, എൻ്റെ കാര്യങ്ങളാണ്. ഞാൻ കല്യാണം കഴിക്കുമെന്നല്ല പറയുന്നത്, കല്യാണം കഴിച്ചു എന്നല്ല പറയുന്നത്, പ്രഗ്നന്റ് ആണെന്നല്ല പറയുന്നത്, ആവൂന്നല്ല പറയുന്നത്. ഇതൊക്കെ എൻ്റെ തികച്ചും പേഴ്സണൽ കാര്യമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാവുന്ന അവസ്ഥയിലോട്ടാണ് നിൽക്കുന്നത്. വല്ലാത്ത കാര്യം കേട്ടോ, വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാതെ. എന്തുകൊണ്ടാണെന്നറിയില്ല, വെളിയിൽ ഞങ്ങൾക്കൊക്കെ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട്, പക്ഷെ സജിന താത്തയ്ക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അയ്യോ സജിന താത്ത അതിപ്പോ എന്താ ചെയ്യുക. പിന്നെ മാപ്പിളമാരായതുകൊണ്ട് പറുതിയിടാം, ആർക്കും പറുതിയിടാം. പക്ഷെ സജിന താത്ത മാപ്പിളയും കൂടെ ഇപ്പൊ മുഖമൊക്കെ മറിച്ച് കണ്ണു മാത്രം കാണിച്ചിപ്പോ വേണമെങ്കിൽ അങ്ങനെയും നടക്കാം. അതുകൊണ്ട് പുറത്തിറങ്ങാം. ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു കേട്ടോ, വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ കൂടുതൽ ഈ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴാണ് അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ കാണാറ്. പറുതിയിട്ട് ഫുള്ളായിട്ട് മൂടി മുഖവും മറിച്ച് നെറ്റ് ഉണ്ടാവുള്ളൂ, പീലിയടക്കം കാണില്ല, കണ്ണിന്റെ കൃഷ്ണമടക്കം കാണില്ല, അത്രയും കാണില്ല. അപ്പം അതുപോലെയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ ആൾമാറാട്ടത്തിന് കേസൊന്നും എടുക്കില്ലല്ലോ, പെണ്ണായതുകൊണ്ട് ഇടാലോ.
അതുകൊണ്ട് അതുവഴി ട്രൈ ചെയ്യട്ടോ, എൻ്റെ ഒരു സജഷനാണ്, നോക്കി. ആളിപ്പോ ഈ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാള് റീസെന്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 9 വീക്സ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇട്ടപാടെ കുറച്ച് സമയം കഴിഞ്ഞതും അത് പക്ഷെ അത് അവരല്ല ഇട്ടത്, അത് അവരല്ല, അത് ഹാക്ക് ചെയ്തു. അത് ഹാക്ക് ചെയ്തിട്ട് ആരോ അത് ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. അതെ അതെ, AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുള്ള ഒരു ശല്യം. ഒരു മനുഷ്യന് തലയിൽ കൊണ്ടിടുക, ഒരു മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാതെ, അതെ, ഒരു സ്വതന്ത്ര ഇന്ത്യയില്, അത് കേരളത്തില് സജിനത്താത്തയെ പോലത്തെ ഫെയിം ആയിട്ട് ഒരാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്താ ചെയ്യാ, ഇപ്പൊ ആളുടെ അതേ ഫോൺ കവർ, പിന്നെ ആൾക്ക് ആ റിങ്, ഇതൊക്കെ സെയിം ആയിരുന്നു. അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്രയും. ഞങ്ങൾ ഓരോ കൊടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് വരുന്നില്ല. എവിടെ നിന്ന് എടുത്ത എന്നറിയില്ല, എവനായിട്ടെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും അവൻ ബിരുദനാണ്. നമുക്ക് ബാക്കിയൂടെ കണ്ടിട്ട് വരാം, കാണണല്ലോ. അവസ്ഥയിലോട്ടാണ് വന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മളെ ബാക്കിൽ കൂടെ കുത്തി നമ്മളെ തള്ളിയിടാനും പറ്റുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ, അല്ലേ? സജിനെ എന്നെ ഇത്ര പറ്റിച്ചു, അല്ലെങ്കിൽ 2 കോടി 3 കോടി 10 കോടി, അല്ലെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ചെയ്തു, അദ്ദേഹം ഒന്ന് പറയട്ടെ. മെയിനായിട്ട് വന്നത് ഒരു പോസ്റ്റ് വീണ് പറഞ്ഞു, അത് ഞാനല്ല എന്ന് പറഞ്ഞ് ഞാൻ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം നോക്കിയാൽ മതി, ഈ പറഞ്ഞ കണക്ക് അതിനകത്ത് കിടക്കുന്ന ഫോട്ടോസ്. അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ റിസൾട്ട് ഇട്ടോണ്ട് ഞാൻ റിസൾട്ട് ഇട്ടിട്ട് ചാടിക്കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ചെയ്തില്ല, താത്തത് ചെയ്തില്ല. എന്തുകൊണ്ട്? അവിടെയാണ് ചോദിച്ചിനും. പക്ഷെ ഫിറോസ് ഖാൻ ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആണ് കേട്ടോ. പക്ഷേ വേറൊരു കാര്യം, ഫിറോസ് ഖാൻ ഇതൊക്കെ കേട്ടിട്ടും സഹിച്ചിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫിറോസ് ഖാന്റെ ഒരു അവസ്ഥ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം. ഫിറോസ് ഖാൻ എല്ലാം കൈവിട്ട് പോയി, മകനും പോയി, ഭാര്യയും പോയി, എല്ലാവരും പോയിട്ടും ഫിറോസ് ഖാൻ ഈ ഒരു വോയിസും വെച്ച്, അത് സ്വന്തം ഭാര്യ ഇത്രയും കാലം കൂടെ കൊണ്ടുവന്ന നടന്ന ആൾ, വേറൊരാളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളൊരു വോയിസ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യണമെങ്കിൽ ഫിറോസ് ഖാൻ നമ്മളായിട്ട് എത്ര അറ്റാച്ച്ഡ് ആണ്. ഫിറോസ് ഖാൻ, യു ആർ ഗ്രേറ്റ്. നമുക്ക് ഇനി അടുത്തത് ഫിറോസ് ഖാനെ കണ്ടിട്ട് വരാം, അല്ലെ? ഫിറോസ് ഖാൻ എന്തൊക്കെയാ പറഞ്ഞത് കേട്ടിട്ട് വരാം. നമുക്ക് ഫിറോസ് ഖാനെ കണ്ടിട്ട് വരാം. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന, റസൂൽ കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ, ഇക്ക തന്നെയാണ് എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് അല്ല. എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങൾ അത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു, നിങ്ങൾക്കിത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചോണ്ടിരിക്കുക. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം റസൂൽക്ക, അച്ചായനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ചായനടുത്ത് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ചായ ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് നടന്നേക്കുന്നത് ഇങ്ങനെയൊക്കെയാ, എന്നെ തെറ്റിദ്ധരിച്ചു, പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കൃത്തം തന്നെയാണ്, നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ചായനടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്ത്, അല്ലെങ്കിൽ ഞാൻ അച്ചാനിട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ചാനിട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ, അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇത് നമ്മുടെ റസൂൽ പൂക്കിറ്റി. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയാ നിങ്ങളോട്, അതായത് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതിലൊരു കാര്യം ഈ റസൂലാണ് കേട്ടോ. റസൂൽ സത്യം പറഞ്ഞ റസൂലുള്ളാഹ് എന്ന് പറയുന്ന അതൊരു ഒരു മഹാ വ്യക്തി, നല്ലൊരു മഹനീയ വ്യക്തിയാണ് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഇസ്ലാമിൽ. അപ്പോൾ ഈ റസൂൽ എന്നുള്ള പേര് സത്യം പറഞ്ഞാൽ ഞാനത് കട്ട് ചെയ്യണം. ഇയാൾക്ക് റസൂൽ എന്നുള്ള പേര് കൊടുക്കാനുള്ള ഒരു അർഹതയില്ല. പൂക്കുറ്റി, ഓക്കെ, പൂക്കുറ്റി
പൂക്കുറ്റിയും നമ്മുടെ താത്തയും കൂടിയിട്ടുള്ള മൊബൈൽ റെക്കോർഡ് താത്ത തന്നെ പുറത്തു വിട്ടത് നമ്മുടെ ഫിറോസ്ക നമുക്ക് വേണ്ടിയിട്ട് പുറത്തു വിട്ടാണ്. അതിനെയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ താത്ത പറയുന്നത് പൂക്കുറ്റിയായിട്ട് നമ്മൾ പൂക്കുറ്റിയായി നടക്കുന്ന ടൈമിൽ ഒരുപാട് പൂക്കുറ്റിത്തരം പോക്കുരിത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതൊക്കെ പുറത്തു വിടാണ്ടായ കാരണം നിങ്ങളാണ്. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി. താത്താക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ഫിറോസ്ക കാണിച്ചു തരുന്നുണ്ട്, 1-2 ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ ഫിറോസ് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഫിറോസ്ക കാണിച്ചിരുന്ന ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്യും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് അറിയാത്തൊക്കെയാണ്. ഫിറോസ്ക പറഞ്ഞതിലുള്ള ഞാൻ ബ്ലർ ചെയ്തിട്ട് വെക്കുള്ളൂ. അതിന്റെ ഒറിജിനൽ ഫോട്ടോ വേണമെങ്കിൽ ഫിറോസ്ഖാന്റെ ചാനലിൽ പോയി നോക്കിയേക്കാം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറോസ്ക പറഞ്ഞ കാര്യങ്ങളിലും ഇതൊക്കെ സത്യം പറഞ്ഞപ്പോൾ സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫിറോസ്ഖാന്റെ മേലെയാണ് ശരി എന്ന് തോന്നുന്ന രീതിയിലുള്ള റെക്കോർഡ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോ ഇതും മാനിക്കുലേറ്റ് ചെയ്തതാണ്, ഫിറോസ് സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയതാണ്. റസൂൽ ഖാന്റെയും പൂക്കുറ്റിയുടെയും നമ്മുടെ താത്താന്റെയും കൂടിയിട്ടുള്ള ഒരു സംസാരം മാനിക്കുലേറ്റ് ചെയ്തതാണെന്ന് പറയുമെന്നുള്ളവരെ അറിയില്ല കേട്ടോ. നീ അടുത്തത് അതായിരിക്കും ചിലപ്പോ. നമുക്ക് റിയാക്ട് ചെയ്യാം. നമുക്ക് അതാണല്ലോ ജോലി. അപ്പൊ നമുക്ക് അടുത്ത ഒരു വോയിസ് കൂടെ കേട്ട് നോക്കാം. സമയമാണ്, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എൻ്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇത് ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയെടുത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് മക്കളും കുട്ടികളും ഉള്ളതാണ്. പിന്നെ നമ്മുടെ ചാനലാണെങ്കിൽ കൊച്ചു കുട്ടികൾ പോലും കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റേ പറയേണ്ട ഒരു കാര്യമായിരുന്നു, 18+ ഉള്ള പിള്ളേർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ, ദയവ് ചെയ്ത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ബലം പ്രയോഗിച്ചിട്ടോ പിന്നെ ഒരു പീഡനത്തിലൂടെയോ, അതായത് സജനത്താത്ത നമ്മുടെ പൂക്കുറ്റിനെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് സജനത്താത്ത പറയാൻ വരുന്നത്. സംഭവം അത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നുണയാന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ പൂക്കുറ്റി മൊത്തത്തില് പൂക്കുറ്റിയായി. അതാണ് സംഭവം ഉണ്ടായത്. ഇന്നിപ്പോ സജനത്താത്ത വരയ്ക്കും എവിടെയെന്ന്, ആ വരയ്ക്ക് അപ്പുറത്ത് പൂക്കുറ്റി കിടക്കരുത്. ഇനിയിപ്പോ പൂക്കുറ്റിക്ക് കിടക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു പോയി. അതിന്റെ ബാക്കിയോടെ നമുക്ക് കേട്ടിട്ട് വരാം. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയെടുത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ട്രാപ്പ് ചെയ്താണ് തോന്നുന്നു കേട്ടോ. അതായത് എന്താണ് കാലിക്കറ്റുള്ള എന്തോരം അന്തം കെട്ട ആൾക്കാരാണ് അന്ത. അതാണ് സത്യം. ആ അന്തയിൽ പോയിട്ട് ഇവര് അന്തമില്ലാണ്ട് നടന്നു. അതിനൊക്കെ റെക്കോർഡുണ്ട്. പക്ഷെ ഇവര് അന്തമില്ലാണ്ട് നടന്നതിനൊക്കെ തെളിവുകൾ ഉണ്ടെന്നാണ് താത്ത പറയുന്നത്. എല്ലാത്തിനും തെളിവുണ്ട്. അതെ, കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. കോടതിക്ക് മുന്നിൽ വേണ്ടത് തെളിവുകൾ മാത്രം. അപ്പോൾ എല്ലാത്തിനുള്ള തെളിവ് താത്താന്റെ അടുത്തുണ്ട്, പിന്നെ പൂക്കുറ്റിന്റെ അടുത്തുണ്ട്, പിന്നെ നമ്മുടെ ഫിറോസ് ഖാന്റെ അടുത്തുണ്ട്. മൊത്തത്തില് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്റെ അടുത്ത് റെക്കോർഡുണ്ട്, ഞാനത് എന്റെ ഫ്രണ്ട്സിന് കൈമാറും. നീ എന്താ പറയാ, ഫ്രണ്ട്സിന് കൊടുക്കും, ഞാനത് മീഡിയസിന് കൊടുക്കും, നിന്റെ കുറ്റിയൊക്കെ തെറിക്കും. മൊത്തത്തില് പൂക്കുറ്റിയൊന്നും പൂറ്റിയില്ലാത്ത കുറ്റിയോ. നമുക്ക് അടുത്തൊരു കേട്ടിട്ട് വരാം. പറയാൻ
ഇപ്പൊ കുറച്ച് മിനിറ്റ് ഉമ്മർത്ത് പറഞ്ഞല്ലോ നിങ്ങള് അത് സജിന നിർബന്ധിച്ച് ഉമ്മ സജിനയുടെ ഉമ്മ പറഞ്ഞത് എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തിരുന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല, ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്, അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പിടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് താത്ത നാലും കൽപ്പിച്ചിട്ടാണ്. ഇനിയൊരു ജീവിതം വേറൊരാണായിട്ട് ഇല്ല, എനിക്ക് പൂക്കുറ്റി തന്നെ മതി. ഫസ്റ്റ് പറഞ്ഞു എനിക്ക് പൂക്കുറ്റിയായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അദ്ദേഹത്തിന് ഇതിൽ വലിച്ചിട്ട്. അല്ല, പക്ഷെ താത്തക്ക് കുഞ്ഞുങ്ങളൊരു വീക്ക്നെസ് ആണ്. കുഞ്ഞുങ്ങളെ താത്തക്ക് ഒരു വീക്ക്നെസ്. ആദ്യമേ കുഞ്ഞുങ്ങൾ പറയും കുഞ്ഞുങ്ങളെ കരയിക്കരുത്, കുഞ്ഞുങ്ങളെ നോയിക്കരുത്. കുഞ്ഞുങ്ങൾ താത്താക്ക് ഒരു വീക്ക്നെസ് ആണ്. ഓടി നടന്ന് ഇങ്ങനെ ഇത് ശരിയല്ല. പക്ഷെ പൂക്കുറ്റിക്ക എന്താന്ന് വിചാരിച്ചില്ല, ഒന്നും കളഞ്ഞു, രണ്ടും കളഞ്ഞു, മൂന്നാമത്തെ പുറത്തുപോയി. എന്റെ പൂക്കുറ്റിക്കോ നീ ബാക്കിയുള്ളതുണ്ട്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ എല്ലാം പറയുന്നത് താത്തൊക്കെ പറയുന്നുണ്ട്. വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് ഇവൾ പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവൾ കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അത് എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആംഗ്ലേ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവൾ കരഞ്ഞ് കാല് പിടിച്ച് അത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് കയ്യിലിരിക്കുന്ന സാധനം രണ്ടുപേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ, ഇതിൻ്റെയൊക്കെ ഇത് വെറുതെ പറയുന്ന പേരല്ല, ഇത് കേസുമായിട്ട് പോവുകയാണ്. ഇതിനൊന്നും ഞങ്ങൾക്ക് പങ്കില്ല കേട്ടാ, ഈ മന്നന്മാരെ ഞങ്ങൾക്ക് പങ്കില്ല. ഇത് ഫിറോസ്ക പറഞ്ഞ ഓരോ മന്നന്മാരാണ് കേട്ടോ. ഈ പറഞ്ഞ മന്നന്മാരായിട്ട് സത്യം പറഞ്ഞ പങ്കില്ല. ഫിറോസ്ക അതിന് തെളിവ് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യം, ഏതെങ്കിലും മന്നന്മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ മന്നന്മാര് ഫിറോസ്ഖാന്റെ അടുത്ത് നേരിട്ടോ കോടതിയിലോ സ്റ്റേഷനിലോ പോയാൽ കോടതി ഫിറോസ്ക്ക് തരും മന്നന്മാർക്കുള്ള തെളിവുകൾ. പിന്നെ താത്ത ഇത് ഒരു പ്രൊഫഷണലാണ്, അതെ. താത്ത ഇത് 1-2 ആൾക്കാരല്ല എന്നാണ് നമ്മുടെ ഫിറോസ്ക പറയുന്നത്. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ല കേട്ടോ, ഇതൊക്കെ ഫിറോസ്ക, ഇതൊന്നും ഞങ്ങളുടെ വാചകമേ അല്ല. ഈ വചനമെല്ലാം ഫിറോസ്ഖാന്റെയാണ്. ഞങ്ങൾ അത് നിങ്ങൾക്ക് മുന്നിൽ ഒന്നുകൂടി, അതെ, നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനൊന്ന് കറക്റ്റായിട്ടൊന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്നു എന്നൊരു മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളെ തെറ്റിയിരിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഇത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് അതൊരു ഇതായത്. കുഞ്ഞുങ്ങളുടെ വേറെ കുറച്ചുകൂടി ഞാൻ പിന്നെ പറയാം, അടുത്ത് കാണാം. എങ്കിൽ അതായത് ഈ കുഞ്ഞ് അന്നമ്മ പറഞ്ഞ കണക്ക് ഇനി ഇത് നിങ്ങളുടേതാണോ എന്നുള്ളൊരു ഡൗട്ട് തോന്നുക, അതിനുള്ള റിസൾട്ട് ഞാൻ അത് എടുത്തു തരാം. അതും വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നാളെ നിങ്ങൾ അതും പറയും. അതും പറയുന്നുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. താത്താക്ക് ഇതൊക്കെ അറിയാം, താത്ത അതിനൊക്കെ തെളിവ് വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ എന്ത് പറയും? എന്റെ എല്ലാം പറയും. അതിനൊരു തെളിവുണ്ട്, ഞാൻ അതും തരാം. നീ ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവനാണെങ്കിൽ നീ നാളെ അങ്ങനെ പറയും. കാരണം താത്ത ഒരുപാട് ആൾക്കാരായിട്ട് ഡീലിങ് അറിയാം. അപ്പൊ താത്താക്ക് അത് മനസ്സിലാവും. ഇനിയിപ്പോ നീ അങ്ങനെ നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇത് ഞാൻ ബാക്കി ഇതാക്കി തരാം കേട്ടാ, അതിനുള്ള റിസൾട്ടും തരാം. നീ ഇന്ന് ഏറ്റെടുത്തേ പറ്റൂ. നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് സ്നേഹത്തോടെ ഒരുമിച്ച് യാത്ര പോയതും ഒരുമിച്ച് സഞ്ചരിച്ചതും ഇനിയിപ്പോൾ ബാക്കി എന്തൊക്കെയുണ്ടെന്ന് താത്തർക്ക് അറിയുള്ളൂ. അതെന്തൊക്കെയോ ഉണ്ട്, അത് ഉള്ളതാണെന്നാണ് താത്ത പറയുന്നത്. ഇത്രയും കാലം താത്ത പറഞ്ഞത് അദ്ദേഹം പറയട്ടെ, ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറയേണ്ട കാര്യം? പിന്നെ യൂട്യൂബേഴ്സ് പാവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ ഈ പണ്ടാരടങ്ങിയത് യൂട്യൂബേഴ്സിന് ജീവിക്കാനായിട്ട്. ശരി, അടുത്തത് കേൾക്കാം. അടുത്തത് വയ്ക്കാം. ഞാൻ ചോദിക്കട്ടെ സ്നേഹത്തെ, അല്ലല്ല നിങ്ങൾക്ക് വേണ്ട, ഞാൻ എഴുതാൻ പറ്റേ വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയില്ലേക്കാം.
എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്ക് അറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാൻ. അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത് വീണ്ടും ഒരു കുഞ്ഞ്. അപ്പോ കുഞ്ഞ് അല്ല, ഒന്നും പോയി രണ്ടും പോയി, മൂന്നാമത്തെ ആകുന്നുള്ള ബോധം എനിക്ക് വേണമായിരുന്നു. പൂക്കുറ്റിക്ക് വേണമായിരുന്നു. പ്രൊട്ടക്ഷൻ താത്താക്ക് താല്പര്യമില്ല. അത് നീ മനസ്സിലാക്കി. നീ എന്ത് പറയണായിരുന്നു? ഇനി ഒരു കുഞ്ഞും കൂടി ആയി കളയാൻ വെക്കേണ്ട അവസ്ഥ വരുത്തണോ മോളെ എന്ന് നീ സ്നേഹത്തോടെ പറയണായിരുന്നു. പൂക്കുറ്റി എന്റെയാണ് കുഴപ്പം. പൂക്കുറ്റി ഒതുക്കിയതാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നമുക്ക് അടുത്തത് കൂടി കണ്ടില്ല. അതിലാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാൻ. അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത് വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അല്ലായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ചു ഉള്ള അഴിമതിയെല്ലാം ചെയ്തിട്ട് അവസാനം അള്ളാനെയും വിളിച്ചു. ഇമാതിരി തൊട്ടിത്തരം ചെയ്തിട്ട് അള്ളാനെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അള്ളാ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ നടക്കണം എന്ന്. ഈ രാലിനെ കെട്ടണം, പിന്നെ വേറെ എന്തിനപ്പം നടക്കണം, അവൻ്റെ അടുത്ത് 2 കുട്ടി. എന്തിനടേ അള്ളാനെ വിളിക്കേണ്ടി എന്തിനാട്ടാ? ഒരു റസൂല്, പൂക്കുറ്റി, അള്ള നന്നാണ് അത്രേ. അത് വഴി കൂടെ പോണവർക്ക് പിന്നെ കൈ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ അള്ള കൊടുത്തായിരിക്കുമോ? പഠിച്ചവനേ എന്ന് പറഞ്ഞാൽ പഠിച്ചം തരുമോ? എന്നെ ചോദിക്കണ്ട, എനിക്കിത് മനസ്സിലാവുന്നില്ല. അള്ള നന്നാണ് എന്ന് എന്താ ഒരു 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 പറയുന്നതിലേക്ക് ഒരു ലോജിക്ക് വേണ്ട. ഒന്നുമില്ലെങ്കിലും അള്ളാക്ക് ഇതാണ് പണി. അള്ളാക്ക് ഓരോ പണിയിലായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അള്ളാ എന്ന് പറഞ്ഞാൽ അള്ളാ അങ്ങനെ കൊടുത്തു. അങ്ങനെ പിന്നെ 1 പോയി 2 പോയി 3-ാമത്തെയും കിട്ടി. ഇതൊക്കെ കുടുംബത്തിൽ പറക്കണം, അല്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നീ അടുത്തത് നമുക്ക് കണ്ടിട്ട് വരാം. അടുത്ത വീഡിയോസിലും എന്നാലും അള്ളാനെ വിളിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. മേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ടുവന്ന്. ഇപ്പൊ എന്റെ ഉമ്മയെടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ അങ്ങ് ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഉമ്മയായിട്ടടക്കം ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇതൊക്കെ ഒരു നമ്മള് കറക്റ്റായിട്ടും ഫോക്കസ് ചെയ്ത കാര്യം കേട്ടോ. ഉമ്മയടക്കം അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ പ്രശംസിക്കേണ്ട കാര്യമാണ്, പ്രശംസിച്ചു കൊടുക്കണം. എന്താ പറയാ. പക്ഷെ ഫിറോസ്ക പറയുന്നുണ്ട് ഉമ്മാക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഉമ്മാക്കത് നിന്ന് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം മാറും എന്നൊക്കെയാണ് ഫിറോസ്ക പറയുന്നതെങ്കിലും, പക്ഷെ ഒരു ഉമ്മ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. ഉമ്മ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ. ഒരു അമ്മയാവുക, ഒരു ഉമ്മയാവുക, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകുക, ആ കുട്ടിയെ പോറ്റുക, വളർത്തുക എന്നുള്ളതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലത്തെ കുട്ടികളെയല്ല. എനിക്ക് 2 കുഞ്ഞുങ്ങൾ പോയി, 3-ാമത്തെ കുഞ്ഞ് കിട്ടി, അള്ളാ തന്നതാണ്. അള്ളാഹ് വേറെ പണിയില്ലല്ലോ. അടുത്തത് കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ. നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ. മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചു. ഇവനാണത്ര തന്ത. ഇവനല്ല ഒരു തന്തയാ. ഇവനൊക്കെ ഒരു തന്തയാണോ? ഇതെങ്ങനെ തന്തയായത് മനസ്സിലായില്ല. തന്തയാകാൻ ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടേ? ഒരു പെണ്ണേനൊക്കെ തന്തയാകാനെ. എന്താ നാട് കുട്ടിച്ചോറെന്ന് വെറുതെ പണ്ടുള്ളവർ പറഞ്ഞത്. അടുത്ത ലാസ്റ്റ് ഒരു വീഡിയോ കൊണ്ട് അതുകൂടി കണ്ടിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും എന്റെ വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെയാണ് ഇവിടത്തെ കലാപരിപാടികൾ. സജിന ഫിറോസിനും ഫിറോസ് ഖാൻ നമുക്ക് വിട്ടുകളെ. സജിനയും പൂക്കുറ്റിയും
സജിനിയും പൂക്കുറ്റിയും തമ്മിൽ പൂക്കുറ്റികൾ കാണിച്ചു നടന്ന് പോക്കൃത്തറവായി മാറി. സജിന ഇത്രയും കാലം എനിക്ക് പൂക്കുറ്റിയായിട്ട് ഇത് ഇമേജ് ആയിരുന്നു. റിലേഷനും ഇല്ലാന്ന് പറഞ്ഞ് അത്രയും കണ്ണീരും ഇതോടുകൂടി വരുമ്പോ നമ്മള് സജിനന്റെ ഭാഗത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇങ്ങനെ ചെയ്യണത്, ഫിറോസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഫിറോസ്ക എന്താ പറയാ, ഇങ്ങനെയുള്ള ഈ ഓഡിയോ പാവം ഒരു മുടിയനായ പുത്രൻ, അവന് കുറച്ച് മുടിയും വളർത്തി കുറച്ച് താടിയും ഷേവ് ചെയ്ത് മീശയും ഷേവ് ചെയ്ത് ഒന്നുമില്ലാണ്ട് പണ്ടാറടങ്ങി നടക്കാനല്ലാണ്ട് അയാൾക്ക് ഇതൊന്നും അറിയില്ല. പാവം പിടിച്ച മനുഷ്യനായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നിപ്പോവാണ്. കാരണം ഇമാതിരി ചെറ്റത്തരം ചെയ്യുന്ന മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ. ഞെട്ടിപ്പോയി ഈ വോയിസ് ഒക്കെ കേട്ടപ്പോ തന്നെ. ഇവള് ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വം ആയിരുന്നു. എസ്പെഷ്യലി സജിന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഫിറോസ് മറ്റേ ഇത് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ തന്നെ സജിന ഫിറോസിനോട് ഭയങ്കര ഒരു ക്രഷ് ആയിരുന്നു ഐഷുവിന്. അപ്പോ ഐഷു നമ്മളെന്തെങ്കിലും പറഞ്ഞ നടക്കാം, ആ ഫിറോസ് കണ്ടില്ലേ, അവന് നീ എന്തിന്റെ കേടാണ്, ഇതുപോലത്തെ ഒരു പെണ്ണിനായിരിക്കും നീ കിട്ടുവോ, അവൻ ഇട്ടിട്ട് പോയി സജിന് മക്കളും ഉണ്ട്, അവൾക്ക് 2 മക്കള് നേരത്തെ ഉണ്ട്, ഇവന് 2 മക്കള് പിന്നെയുണ്ട്, എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ ഐഷു അങ്ങനെ ഭയങ്കര ഇതായിരുന്നു ഇവിടെ. അപ്പോൾ എന്താ അതൊന്നും ഞങ്ങൾ റിയാക്ട് ചെയ്ത് നന്നായി. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എല്ലാത്തിന്റെയും തുടക്കമാണോ എല്ലാത്തിന്റെയും അവസാനമാണോ എന്നുള്ളതായിരുന്നു നമുക്കറിയില്ല. വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതിന്റെ എല്ലാത്തിന്റെയും ഫുൾ വേർഷൻ യൂട്യൂബിൽ പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവും. ഞങ്ങള് സത്യം പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ വെച്ചിട്ടുള്ളൂ. പിന്നെ സജിനെ പറഞ്ഞ വേറെ കുറച്ച് കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞത്. അതെന്ന് യൂട്യൂബേഴ്സിന് വേണ്ടി കുറച്ച് പാവപ്പെട്ട യൂട്യൂബേഴ്സ് ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന കോലാങ്ങള് സ്വന്തം ജീവിതം വെച്ചിട്ടാണെന്ന് കൂടെ ആലോചിക്കണം കേട്ടോ. യൂട്യൂബേഴ്സ് എങ്ങനെയും ജീവിച്ചോളും. അവരൊരു കണ്ടന്റ് ഇല്ലെങ്കിലും ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ടെങ്കിലും അത് കത്തിച്ച് കണ്ടെങ്കിൽ ജീവിച്ചോളും, അത് കാര്യമാക്കണ്ട. പക്ഷെ ഇപ്പൊ ബാഗിൽ കത്തുന്ന തീ പോലെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിന്നിപ്പോ അധികം ഒന്നും അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ വേണ്ട. നമുക്ക് നല്ല വല്ല കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്ന സമൂഹത്തിൽ കാണുന്ന ഓരോ അനീതികളെ എതിർക്കാനൊക്കെ വേണ്ടിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോ ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം. ഇനിയും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഒരു കമന്റ് ചെയ്യണം. അതൊക്കെ ശരി, അതൊക്കെ ഓക്കെ. പക്ഷെ ഇതുപോലത്തെ ചെയ്യണമെന്ന് കമന്റ് ചെയ്യരുത്. ഞങ്ങൾ സത്യം പറഞ്ഞ താല്പര്യമില്ല. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സജിന താത്ത കുറെ എഴുകി നന്നാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.